ഹലോ വെൽക്കം ബാക്ക് ടു ഐഷസ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് S2 ബികോമിൻ്റെ അക്കൗണ്ടൻസിയിലുള്ള ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഹയർ പർച്ചേസ്, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ പർച്ചേസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു കോർ ടോപ്പിക്കാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഹയർ പർച്ചേസിൻ്റെ മീനിങ് എന്ന് ആദ്യം പഠിക്കാം. Meaning of hire purchase. Hire purchase is a transaction where goods are purchased and sold on the terms that means ഇത് എന്താണ്, ഒരു ട്രാൻസാക്ഷൻ ആണ്, വേറൊന്നുമല്ല. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള ഒരു പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സിന് ഒരു ട്രാൻസാക്ഷൻ ആണ്. ഈ ഹയർ പർച്ചേസിനെ നോർമൽ ട്രാൻസാക്ഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഹയർ പർച്ചേസ് ഈസ് വർക്കിംഗ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എന്തെന്ന് പറയാൻ പറ്റൂ, ഹയർ പർച്ചേസ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ്, നോർമൽ ഒരു സെയിൽസ് ആണ്. സാധാരണ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, സെയിൽസ് നടത്തുക എന്നുള്ളത് ഒരു നോർമൽ സെയിൽസ് ആണ്. ഇത് ഹയർ പർച്ചേസ് ആവണമെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇപ്പോൾ ഒരാളൊരു സാധനം വാങ്ങിച്ചു, അതിന് പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ. ആ പേയ്മെൻറ്റ് ആ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ, പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്. സെക്കൻഡ് പറയുന്നത് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് ഗിവൺ ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി. അടുത്ത് പറയുന്നു ഈ ഒരു പൊസഷൻ ഓഫ് ഗുഡ്സ്, അതായത് സാധനത്തിന്റെ കൈവശ അവകാശം, അതിനെയാണ് നമ്മൾ പൊസഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പൊസഷൻ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ടു ദ ബയർ. ഈ സാധനം ഇയാൾ വാങ്ങാൻ എഗ്രി ചെയ്തു, ഇതിന് ഡൗൺ പേയ്മെന്റ് നടത്തി, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും, ഈ സാധനം ബയറിന്റെ കയ്യിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പൊസഷൻ കൊടുക്കുന്നു. അത് ഹയർ പർച്ചേസിന്റെ വേറൊരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഇത് രണ്ടും എന്ത് ചെയ്തിരിക്കണം, അനുസരിച്ചിരിക്കണം. അടുത്ത കണ്ടീഷൻ എന്താണ്, the property in the goods remain with the vendor till the last payment is paid. ഗുഡ്സിന്റെ പൊസഷൻ ബയറിന് കൊടുത്തു. ഓക്കെ, അതായത് കൈവശ അവകാശം കൊടുത്തു. പക്ഷേ ഇതിന്റെ പ്രോപ്പർട്ടി മീൻസ് എന്താണ്, ഓണർഷിപ്പ്. ഈ ഗുഡ്സിന്റെ ഓണർ ആര് തന്നെയായിരിക്കും, വെൻഡർ അല്ലെങ്കിൽ സെല്ലർ തന്നെയായിരിക്കും. ഏതുവരെ, അൺടിൽ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പേയ്മെന്റ് നടത്താം എന്നുള്ള കണ്ടീഷനിലെ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് ചെയ്തത്. ഇതിന്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നത് വരെ ഇതിന്റെ ഓണർ ആരായിരിക്കും എന്ന് പറയുന്നു, സെല്ലർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഹയർ പർച്ചേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. ഓർത്തിരിക്കുക എന്തൊക്കെയാണ്, ആ പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡൗൺ പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ, അതായത് എഗ്രിമെന്റ് ചെയ്യുമ്പോൾ തന്നെ സാധനത്തിന്റെ പൊസഷൻ ബയറിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഓണർഷിപ്പ് ആരൊക്കെ, നമ്മുടെ ബയറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എപ്പോൾ മാത്രമായിരിക്കും എന്നറിയാമോ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അയാൾ എപ്പോൾ പേയ്മെന്റ് നടത്തുമോ അപ്പോൾ മാത്രമേ നമ്മുടെ ബയർ എന്താവുള്ളൂ, ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡിന്റെ ഓണർ ആവുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ, ദ സെല്ലർ ക്യാൻ റീപൊസസ് ദ ഗുഡ്സ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് എനി ഇൻസ്റ്റാൾമെന്റ്. നമ്മുടെ സെല്ലറിനൊരു റൈറ്റ് ഉണ്ട്. ഈ ബയർ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നടത്തിയില്ല, അവിടെ അതിന്റെ മീനിങ് എന്താണ്, ദർ ഇസ് എ ഡീഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റിൽ ഒരു ഡീഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ സെല്ലറിന് എന്ത് ചെയ്യാം, ഈ സാധനം തിരിച്ചെടുക്കാം. സാധനം ഇപ്പം ആരുടെ കയ്യിരിക്കുകയാണ്, ബയറിന്റെ കയ്യിരിക്കുകയാണ്. ബയർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ റിയൽ ഓണർ ആരാണ്, നമ്മുടെ സെല്ലർ. അതായത് സെല്ലറിന് നമ്മൾ വേറൊരു പേര് പറയും, എന്താണ്, വെൻഡർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള 4 കണ്ടീഷൻസ് ഉണ്ട്. ഈ 4 കണ്ടീഷൻസ് അനുസരിച്ച് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹയർ പർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 4 കണ്ടീഷൻ, ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്, പിന്നെന്താണ്, പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ഡെലിവേർഡ് ടു ബയർ, ആൻഡ് തേർഡ് വൺ എന്താണ്, the ownership is vested with the vendor until the last installment payment. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നടത്തുന്നത് വരെ ഇതിന്റെ ഓണർ ആരായിരിക്കും, നമ്മുടെ വെൻഡർ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വെൻഡർ അല്ലെങ്കിൽ സെല്ലറിന് ഒരു റൈറ്റ് ഉണ്ട്. എപ്പോഴാണോ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നടത്താതിരിക്കുന്നത്, ആര്, ബയർ. ഈ എപ്പോഴാണ് ഒരു ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ്, ആ സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഈ ഗുഡ്സ് പോയി തിരിച്ചെടുക്കാനുള്ള. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീപൊസഷൻ. ഈ 4 കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹയർ പർച്ചേസ് എഗ്രിമെന്റ്. ഓക്കെ, ഇനി നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഇത് ഷുവറായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതിൽ ഏത് ടേമാണ് എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നിങ്ങൾ നല്ല ഡീപ്പായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നാമത്തത് ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ഹയറർ.
ആ പേരിൽ തന്നെയുണ്ട്. ഓർത്തിരുന്നാൽ മതി, പർച്ചേസർ ആണ് ഹയറർ എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. പർച്ചേസർ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സാധനം വാങ്ങുന്ന ആളാണ് അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആളാണ് പർച്ചേസർ. അയാളെ നമ്മൾ എന്തെന്ന് പറയും? ഹയറർ എന്ന് പറയും. ഓക്കെ. അടുത്ത ഹയർ വെൻഡർ. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സാധനങ്ങൾ വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ സെല്ലറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹയർ വെൻഡർ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് പറയുന്നു ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് വിച്ച് ആർ സോൾഡ് അണ്ടർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മളൊരു സാധനം വാങ്ങാൻ പോകുന്നു, അത് നമ്മൾ എല്ലാ സാധനം വാങ്ങാൻ പോകുമ്പോഴതിന്റെ പ്രൈസ് നോക്കിയായിരിക്കും വാങ്ങുന്നത് അല്ലേ. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരം, ദാറ്റ് മീൻസ് ഓർഡിനറി സെയിൽസ് പ്രകാരം ഒരു സാധനം നമുക്ക് വാങ്ങാൻ ഏത് പ്രൈസിലാണോ വാങ്ങാൻ പറ്റുന്നത് ആ പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, ഈ ക്യാഷ് പ്രൈസ് ഇവിടെ എടുത്ത് പറയാൻ കാരണം താഴെ വേറൊരു പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അത് വരുമ്പോഴാണ് ക്യാഷ് പ്രൈസിന്റെ റിലവൻസ്. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരം, ദാറ്റ് മീൻസ് ഒരു സെയിൽസ് പ്രകാരം ഒരു ഗുഡ് നമ്മൾ വാങ്ങുന്ന നോർമൽ പ്രൈസിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം ഒരു സാധനം ഒരു ബയർ വാങ്ങുന്നു. അപ്പൊ അവര് ഈ ഒരു പർച്ചേസറും സെല്ലറും തമ്മിലുള്ള ഒരു പ്രൈസിന്റെ മേലൊരു എഗ്രിമെന്റ് ഉണ്ടാവുന്നത് ഇന്ന പൈസയാണ്, അതായത് ഇത്രയും പൈസ, ഇത്രയാണ് ഇതിന്റെ ടോട്ടൽ പ്രൈസ്, അതാണ് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തന്നോളാം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാള് ഒരു ബയറിന്, ഒരു സെല്ലർ ഒരു ബയറിന് പേയ്മെന്റ് നടത്താൻ കുറച്ച് കാലതാമസം ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് നടത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ സെല്ലറിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ? ഇവിടെയാണ് ഇവിടെ സെല്ലർ എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ, ഈ സാധനത്തിന് ഇപ്പോൾ സപ്പോസ് 10,000 ആണ് അതിന്റെ ക്യാഷ് പ്രൈസ്, നമ്മൾ നോർമൽ സെയിൽസ് വഴി കടയിൽ പോയി ഇത് വാങ്ങിച്ചു 10,000 കൊടുത്തു, അപ്പൊ തന്നെ പൈസയും കൊടുത്തു. പക്ഷെ ഹയർ പർച്ചേസിൽ വരുമ്പോൾ കുറച്ച് കാലാവധി കൊടുക്കുന്നു, തവണയായിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഈ സെല്ലർ അവിടെ ഒരു ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്യും അല്ലേ. വെറുതെ അല്ല ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് പ്രൈസ് ആയിട്ടുള്ള 10,000ന്റെ കൂടെ ഒരു 2,000 അല്ലെങ്കിൽ ഒരു 1,500 കൂടെ ചേർത്തിട്ട് ഇപ്പോൾ 11,500-നോ 12,000-നോ ആണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ ഇതാണ് എന്ത് പ്രൈസ് എന്ന് പറയുന്നത്? ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഇക്വേഷൻ ആണ് പഠിച്ചത്. എന്താണ്? ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ ചേർന്നതാണ്? ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നോർമൽ സെയിൽസ് പ്രകാരം ഒരു സാധനം നമ്മൾ കൊടുക്കുന്ന പ്രൈസിനാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ നോർമൽ പ്രൈസിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്ത് ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന പ്രൈസിനെയാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ടേം ഇൻസ്റ്റാൾമെന്റ് മണി. ഇൻസ്റ്റാൾമെന്റ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹയർ പർച്ചേസ് പ്രൈസിന്റെ ഒരു പാർട്ടാണ്. ബയർ എഗ്രി ചെയ്യുന്ന എമൗണ്ട്, ഇത്ര ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ തന്നോളാം എന്ന് എഗ്രി ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇൻസ്റ്റാൾമെന്റ് മണി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡൗൺ പേയ്മെന്റ്. ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പേയ്മെന്റ് ആണ്. ഇനിഷ്യൽ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ഹയർ പർച്ചേസർ ടു ദ വെൻഡർ അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ഇൻ ടു ഹയർ പർച്ചേസ് എഗ്രിമെന്റ്. ഇപ്പോൾ ഒരു സാധനത്തിന് ഈ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് വഴി ബയർ വാങ്ങാൻ പോകുന്നു, അതിനൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ട്, ഒരു ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ട്. ആ ഇനിഷ്യൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് വഴി സാധനം കൊടുക്കൂ. ആ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അടച്ചോളാം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തില് നമ്മുടെ ഹയർ പർച്ചേസർ കൊടുക്കുന്ന ഇനിഷ്യൽ പേയ്മെന്റിനെയാണ് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ, ഹയർ പർച്ചേസിന്റെ പ്രോബ്ലംസും ചെയ്യാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ അതിന്റെ മീനിങ്, കണ്ടീഷൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് ഹയർ പർച്ചേസ് എഗ്രിമെന്റിന്റെ ഫീച്ചേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ ഷുവറായിട്ട് ഇത് പഠിക്കുക. ഫീച്ചറിൽ ആദ്യം പറയുന്നത് എഗ്രിമെന്റ്. അവിടെ എന്തുണ്ടായിരിക്കുക? ദർ മസ്റ്റ് ബി ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പർച്ചേസർ ആൻഡ് ദ സെല്ലർ ഓർ ദ ഹയർ പർച്ചേസർ ആൻഡ് ഹയർ വെൻഡർ എന്ന് നമ്മൾ പറയും. ഇവിടെ നമ്മുടെ ഹയർ പർച്ചേസറും ഹയർ വെൻഡറും തമ്മിൽ തീർച്ചയായും എന്തുണ്ടായിരിക്കും? ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ എങ്ങനെയാണ്? ഹയർ പർച്ചേസ് എഗ്രിമെന്റ് എന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഇതാണ്. അടുത്ത് പറയുന്നു പൊസഷൻ. പൊസഷൻ ഓഫ് ഗുഡ് ഈസ് ഇമ്മീഡിയറ്റ്ലി പാസസ് ഫ്രോം ദ സെല്ലർ ടു ബയർ ഓൺ സൈനിങ് ദ എഗ്രിമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുഡ്സിന്റെ പൊസഷൻ ഇമ്മീഡിയറ്റ്ലി തന്നെ സെല്ലറിന്റെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിലോട്ട്? ബയറിന്റെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അടുത്തത് ഇൻസ്റ്റാൾമെന്റ്സ്. ഇവിടെ എന്തുണ്ട്? ബയറിന് ഒരു ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി ഉണ്ട്. തവണകളായിട്ട് എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് നടത്തിയാൽ മതി. അടുത്ത് പറയുന്നു ഓപ്ഷൻ ടു റിട്ടേൺ ദ ഗുഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, ഈ ഗുഡ്സ് എന്ത് ചെയ്യാനുള്ള? റിട്ടേൺ ചെയ്യാനുള്ള. ദ ബയർ ഹാസ് ദ ഓപ്ഷൻ ടു റിട്ടേൺ ദ ഗുഡ്സ് ടു ദ സെല്ലർ
can terminate the agreement if the buyer does not want to pay the rest of the installments. അതായത് ഇപ്പോൾ ഒരാൾ ഒരു സാധനം വാങ്ങി, ഹയർ പർച്ചേസ് എഗ്രിമെന്റിൽ വാങ്ങി, കുറച്ച് ഇൻസ്റ്റാൾമെന്റ്സ് അടച്ചു, അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ സാധനം വേണ്ട എന്ന് തോന്നിയാൽ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സെല്ലറിന്റെ അടുത്ത് റിട്ടേൺ ചെയ്യാൻ പറ്റും. ബാക്കി ഇൻസ്റ്റാൾമെന്റ്സ് അടയ്ക്കുന്നില്ല എന്ന ഒരു, അതൊക്കെ എഗ്രിമെന്റ് എഴുതുമ്പോൾ തന്നെ ഇവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകാരം ഇയാൾക്ക് ഈ ഗുഡ്സ് സെല്ലറിന്റെ അടുത്ത് റിട്ടേൺ ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കും. ആൻഡ് റീപൊസഷൻ, അതുപോലെ സെല്ലറിനുള്ള ഒരു റൈറ്റ് ആണ് എന്ത് ചെയ്യാനുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ് വന്നാൽ ഈ സാധനം ബയറിന്റെ കയ്യിൽ നിന്ന് റീപൊസസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സെല്ലറിനുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്താണ്? ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? അൻറ്റിൽ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ദ ഓണർ ഈസ് ദ സെല്ലർ ഓർ ദ വെഞ്ചർ ആണ്. അപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നടത്തുന്നത് വരെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ ആര് തന്നെ ആയിരിക്കും? നമ്മുടെ ഹയർ വെഞ്ചർ അല്ലെങ്കിൽ സെല്ലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹയർ പർച്ചേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹയർ പർച്ചേസിന്റെ പ്രോബ്ലംസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.